ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആവശ്യപ്പെട്ട ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നമ്മുടെ ഷോറൂമിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് വരികയാണ്. അവർക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നമ്മൾ പ്രസന്റേഷൻ കൊടുത്തു, നമ്മൾ കൊട്ടേഷൻ കൊടുത്തു. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു യെസ് പറഞ്ഞില്ലെങ്കിൽ, അവർ കുറച്ച് ടൈം എടുക്കുവാണെങ്കിൽ, പിന്നെ നമുക്ക് ആ ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്റ്റിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഉള്ളിലെ ഭയം എന്താണെന്ന് വെച്ചാൽ അവരൊരു റിജക്ഷൻ പറയുമോ, അതിൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു നോ പറയുമോ, ആ ഒരു പേടി വിചാരിച്ച് നമ്മൾ പലപ്പോഴും ഫോളോ അപ്പ് ചെയ്യാൻ മടിക്കുന്നു. ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ റിജക്ഷൻ അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് പേഴ്സണൽ. അവർ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മളെയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തെ അല്ല റിജക്ഷൻ പറയുന്നത്. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അവർ എന്തുകൊണ്ട് എടുക്കാൻ മടിക്കുന്നു എന്നുള്ള ആ ഒരു കാരണം, ആ ഒരു നോയുടെ പിന്നിലുള്ള ഒരു 3-4 പോയിന്റ്സ് അതൊന്ന് നമ്മളൊന്ന് റീഫ്രെയിം അല്ലെങ്കിൽ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ കുറച്ചുകൂടെ നമുക്ക് കൺക്ലൂഷൻ വളരെയധികം ഈസി ആക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നോയുടെ പിന്നിലുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്ലയന്റ് മൈറ്റ് നോട്ട് ബി റെഡി അറ്റ് ദ പ്രസന്റ് മൊമെന്റ് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ ക്ലയന്റ് ആ പർച്ചേസിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി മൈറ്റ് ബി സ്കേർഡ്. അവർ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് എടുക്കാൻ ചിലപ്പോൾ അവർക്ക് ഉള്ളിൽ ഒരു ഭയം കാണും. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഹി മൈറ്റ് ബി കൺഫ്യൂസ്ഡ്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ അഡ്രസ്സ്, നമ്മളുടെ ഈ പ്രസന്റേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, പക്ഷെ ക്ലയന്റിന്റെ ആ ഒരു പെർട്ടിക്കുലർ പെയിനെ അത് നമുക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ വരാം. ഞാൻ ഈ പറഞ്ഞ ഒരു 3-4 പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടെ നല്ല കൺക്ലൂഷൻ, നല്ല സെയിൽ ക്ലോസിംഗ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നാളെ നമുക്ക് വേറൊരു വീഡിയോയുമായി, വേറൊരു ബിസിനസ് ടിപ്സുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.